എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസം ഒരു റബ്ബർ ബാൻഡ് ഉണ്ടാക്കുന്ന ഫാക്ടറി ഉള്ള ഒരു മനുഷ്യൻ അങ്ങേരുടെ മക്കൾ അങ്ങേരോട് പറഞ്ഞു, അപ്പൻ്റെ കാലത്ത് അപ്പൻ ഈ പരിപാടി നിർത്തിക്കോണം, ഞങ്ങൾക്ക് ഈ ഉദ്യോഗസ്ഥന്മാർ തെണ്ടികളുടെ മുമ്പിൽ പോയി വളർന്നു നിൽക്കാനൊന്നും പറ്റിയല്ല. അപ്പോൾ ഈ പിള്ളേർ ചെറുപ്പം തൊട്ട് കണ്ടിട്ടുണ്ട്, ഏതെങ്കിലും ഒക്കെ വിഭാഗം ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥന്മാർ ഇവരുടെ സ്ഥാപനത്തിലേക്ക് വരും. എപ്പോഴും അവരുടെ എല്ലാം മുമ്പിൽ ഇങ്ങനെ വളഞ്ഞു നിൽക്കുന്ന ഈ മനുഷ്യൻ ഇങ്ങനെ വളഞ്ഞു നിൽക്കുന്നത് ഈ പിള്ളേർ കണ്ടിട്ടുണ്ട്. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഈ പരിപാടി പറ്റിയല്ല, ഞങ്ങൾക്ക് ഇവൻ്റെ ഒന്നും മുന്നിൽ ഇങ്ങനെ വളഞ്ഞു നിൽക്കാനും പറ്റിയല്ല. അപ്പോൾ ആ മനുഷ്യൻ പറയുക, നമ്മളിങ്ങനെ വളഞ്ഞു നിന്നാലല്ലേ പറ്റുള്ളൂ, കാരണം യുവമാരോട് എന്നതേലും പറഞ്ഞാൽ പറ്റിയല്ല. യുവമാർ വന്നു കഴിഞ്ഞാൽ എല്ലാം നോക്കിക്കഴിയുമ്പം ഒരു മേഖലയും ഇവർക്ക് അങ്ങോട്ട് സുഖിക്കുന്നില്ല. റബ്ബർ ബാൻഡ് ഉണ്ടാക്കുന്ന ഫാക്ടറി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് റബ്ബറും പാലും അമോണിയായും ഒക്കെ വരുമ്പോൾ അതിൻ്റെതായ മണമൊക്കെ വരുമല്ലോ. അങ്ങനെ വരുമ്പോൾ പിടിച്ച് എടുക്കാൻ 150 കൂട്ടം വകുപ്പുകളാണ്. ഞാനൊരിക്കൽ തമിഴ്നാട് പോയപ്പോൾ കോയമ്പത്തൂർ ടൗണിനകത്തൂടെ തന്നെ നോക്കുമ്പം ടൗണിനകത്തോട്ട് ഒരു ക്രഷറിൽ നിന്ന് ലോറി കയറി വരിക. ലോറിയുടെ പൊക്കത്തിന് 5 ഇരട്ടി 6 ഇരട്ടി പൊക്കത്തിലാണ് പൊടി പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ലോറി പോകുന്നതിനപ്പുറം പുറകെ പൊടി പോകുക. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, ഇതിവിടെ പ്രശ്നമാകുകയല്ലേ? അവർ പറഞ്ഞു, ഇതൊന്നും ഇവിടെ ഒരു പ്രശ്നമേ അല്ല, ഇതൊന്നും ഇവിടെ ഒരു പ്രശ്നമേ അല്ല, ഇവിടെ വ്യവസായത്തിന് എതിരുണ്ടാക്കാൻ പാടില്ല. വേറൊരു സ്ഥലത്ത് ചെന്നപ്പോൾ 3 സെൻറ്റിനകത്ത് വീടിരിക്കുക. ഒരാൾ 3 സെൻറ്റിനകത്ത് ഒരു 3 നില വീടിനകത്ത് ഏറ്റവും അടിയിലത്തെ നിലയിൽ ഈ പേപ്പർ ഗ്ലാസും പേപ്പർ പ്ലേറ്റും ഒക്കെ ഉണ്ടാക്കുന്ന പ്രസ്ഥാനമാണ്. അപ്പോൾ അവിടെ ഞങ്ങൾ നിൽക്കുമ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിൽ ഭയങ്കര ഇടി നടക്കുക, വലിയ ഈ പൈലിങ് നടക്കുന്ന പോലെ. എന്നാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഈ കമ്പി മുറിച്ച് ബോൾട്ട് ഉണ്ടാക്കുന്ന ഫാക്ടറിയാണ്. അവിടെ ഈ സൈസ് പരിപാടിയൊന്നും നടക്കില്ല. അതുകൊണ്ട് എന്ത് വേണ്ടി തൊഴിൽ ധാരാളം ഉണ്ട്. അപ്പോൾ ഈ പുതിയ പിള്ളേർ ഇപ്പോൾ ചിന്തിക്കുന്നത്, ഈ ഉദ്യോഗസ്ഥന്മാരുടെയും ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ വളഞ്ഞു നിൽക്കാൻ വയ്യ, അതിലും ഭേദം സായിപ്പന്മാരുടെ തീട്ടം കോരുന്ന ലാഭം അല്ലെങ്കിൽ നല്ലത് എന്ന് ചിന്തിക്കുന്ന ഒരു അവസരത്തിലെത്തി. അതുകൊണ്ട് ഞാൻ ഉദ്യോഗസ്ഥന്മാരോട് പറയട്ടെ, ഇന്നത്തെ ഈ സമീപനമായിട്ട് പോയാൽ നിങ്ങൾക്ക് പോലും നിങ്ങളുടെ ശമ്പളം കിട്ടാത്ത ഒരു കാലം അത് വിദൂരമല്ല. ഉദ്യോഗസ്ഥന്മാർ മനസ്സിലാക്കിക്കോ, നിങ്ങളുടെ ശമ്പളവും കിട്ടാത്ത ഒരു കാലം വളരെ പെട്ടെന്ന് വരും എന്നോർത്തോ. ഇപ്പോൾ തന്നെ നോക്കിയേ, ഉദാഹരണം പറയാം, KSRTC ജോലിക്കാർക്ക് സമയത്ത് ശമ്പളമില്ല. അതുപോലെ പിരിയുമ്പോൾ ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ 1.5 വർഷമായിട്ട് കൊടുക്കുന്നില്ലെന്നാണ് പറയുന്നത് ഉദ്യോഗസ്ഥന്മാർ. അവർക്ക് പിരിയുമ്പോൾ അവർ ജീവിതകാലം ജോലി എടുത്തതിൻ്റെ പ്രോഡംപെണ്ടും ഗ്രാറ്റുവിറ്റിയും ഒക്കെ കൊടുക്കേണ്ടതാണ്. എന്നാൽ 1.5 വർഷമായിട്ട് അത് കൊടുത്തിട്ടില്ലെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ തരുന്നില്ലെന്ന് പറഞ്ഞാൽ എന്നെ ചെയ്യാൻ പറ്റും? ഇപ്പോൾ 1.5 വർഷം മുമ്പൊക്കെ പിരിഞ്ഞവർ ഇതുവരെ പൈസ കിട്ടാത്തവർക്ക് ആരോടെ എന്ന് ചോദിക്കാൻ പറ്റും? ആരോടാണ് എന്ന് ചോദിക്കുന്നത്? സർക്കാരെന്ന് പറഞ്ഞ ഒരു സംവിധാനമാണോ? പിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സർക്കാർ ഉദ്യോഗസ്ഥന് വിലയുണ്ടോ? പൈസ കിട്ടിയില്ല എന്നെ ചെയ്യാൻ പറ്റും? തരുന്നില്ലെന്ന് ഗവൺമെൻറ് വെച്ചാൽ എന്താ ചെയ്യാൻ പറ്റും? ഇപ്പം മുടങ്ങിപ്പോയ കുറേ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാം. പിതാവ് അല്ലെങ്കിൽ മാതാവ് മരണപ്പെട്ടാൽ കുട്ടികൾക്കുള്ള സ്നേഹപൂർവ്വം പദ്ധതി നിലച്ചിട്ട് 1 വർഷമായി. ക്യാൻസർ രോഗികൾക്കുള്ള പെൻഷൻ പദ്ധതി നിലച്ചിട്ട് 6 മാസത്തിലധികമായി. കിടപ്പ് രോഗികൾക്കുള്ള ആശാകിരണം നിലച്ചിട്ട് 2 വർഷമായി. കേൾവി ശക്തി ഇല്ലാത്ത കുട്ടികൾക്കുള്ള ശ്രുതി തരംഗം നിലച്ചിട്ട് 2 വർഷമായി. ഡയാലിസിസ് രോഗികൾക്കുള്ള പെൻഷൻ നിലച്ചിട്ട് 2 വർഷത്തിലധികമായി. പിന്നെ കെട്ടിട നിർമ്മാണ പെൻഷൻ അങ്ങോട്ട് അടച്ചതുപോലും കൊടുക്കുന്നില്ല, നിന്നുപോയി. സർക്കാർ ജീവനക്കാരുടെ DA സറണ്ടർ നിലച്ചിട്ട് 3 വർഷത്തിലധികമായി. ജോലിക്കാർക്ക് മനസ്സിലായല്ലോ സംഭവം പണിയാവുമെന്നോ. കൂട്ടി വെച്ചാലും ഇത് കിട്ടിയില്ലെങ്കിൽ എന്നാ ചെയ്യും? സ്കൂളിൽ ഉച്ചഭക്ഷണ ചെലവ് നിലച്ചിട്ട് മാസങ്ങളായി. ഈയിടെ ഒരു സഹോദരി പറയുക, സ്കൂളിൽ ഭക്ഷണം പാചകം ചെയ്യുന്നത് നല്ല വിദ്യാഭ്യാസമുള്ളതാണ്, മാസങ്ങളായെന്ന് പറഞ്ഞു. മാസങ്ങളോ വർഷങ്ങളോ ആയി അവരുടെ ശമ്പളം കിട്ടിയിട്ട്. ഈ സ്കൂൾ കുഞ്ഞുങ്ങൾക്ക് ഇന്നാൾ ഒരു കൊച്ചു പറഞ്ഞു, ബിർണാണിയും കോഴിയും വേണമെന്ന്. ഉടനെ ആരോഗ്യമന്ത്രി കുറേ റീലൊക്കെ എടുത്തിട്ടു, ബിർണാണിയും കോണിയും എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ അതും സാറുമാരുടെ തലയിലോട്ട് വെച്ച് കൊടുത്തു. അതിനൊന്നും ഫണ്ട് കൊടുക്കുന്നില്ല, അതെല്ലാം നിന്നു. ഇതെല്ലാം നിന്നു പോകുമ്പോൾ തന്നെ ആർഭാടത്തിനും ദൂരത്തിനും ഒരു കുറവുമില്ല. ഇഷ്ടം പോലെ പരിപാടിക്ക് അങ്ങോട്ട് പൈസ തള്ളി വരിക. അതിനനുസരിച്ച് മനുഷ്യന് വഴിയിലോട്ടിറങ്ങത്തില്ല. 10 മണി കഴിഞ്ഞാൽ വഴി പോലീസാണ്, എന്നതെങ്കിലും ഒക്കെ പറഞ്ഞ് ചെക്കിങ്. പിന്നെ പെർമിറ്റ് വണ്ടികളൊന്നും ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ യൂണിഫോം ഇല്ല, അല്ലെങ്കിൽ സ്പീഡ് കൂടിപ്പോയി, അല്ലെങ്കിൽ സ്പീഡ് കുറഞ്ഞു പോയി, അല്ലെ ഓവർ ലോഡ് കയറ്റി, കമ്പി നീണ്ടു നിന്നു, കമ്പി പുറകോട്ട് നിന്നു. എന്നതെങ്കിലും പിടിച്ചാൽ ഒരു പെറ്റി ഉറപ്പാണ്. ഒരു ലോട്ടറി എടുക്കൂ, ഒരു പൈൻ്റ് അടിക്കൂ,
ഒരു പെറ്റി അടയ്ക്കൂ എന്നത് ഒരു ആപ്തവാക്യമായി മാറി കേരളത്തിൽ. അപ്പോൾ അങ്ങനെ വരുമ്പം നമ്മൾ എന്തെങ്കിലും ഒരു വ്യവസായ സംബന്ധമായ പരിപാടിയായിട്ട് ഒരു ആഫീസിലോട്ട് കയറി ഇറങ്ങിയാൽ അവൻ്റെ ജീവിതം അതോടുകൂടി തീർന്നെന്ന് വിചാരിച്ചാൽ മതി. അതുകൊണ്ട് എന്ത് വേണ്ടി ഒരുമാതിരിപ്പെട്ടവരെ എല്ലാം എല്ലാത്തിനകത്തുനിന്നും പിന്മാറി. ഈ പിള്ളേർ അതുകൊണ്ടാണ് പറഞ്ഞത്. പിള്ളേർ പറഞ്ഞു ഇത് അപ്പൻ്റെ കാലത്ത് ഇത് നിർത്തിക്കോണം, ഇതിൻ്റെ ഒരു കാരണവശാലും ഇതിൻ്റെ പുറകെ ഞങ്ങൾ വരികയില്ല. പിള്ളേർ പറയുന്നത് അന്നന്നത്തേനുള്ളത് ഉണ്ടാക്കിയാൽ മതി, അത് മതി, ഈ കേസ് കെട്ട വേണ്ടതാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഈ വയ്യാവേലിക്കകത്ത് ഞങ്ങൾ തല വെക്കുന്നില്ലെന്നായി. ഇതിങ്ങനെ പോകുമ്പോൾ എന്നാ പറ്റുമെന്നറിയോ? ഇങ്ങനെ പോകുമ്പോൾ ഓരോരോ കാര്യങ്ങൾക്ക് ടാക്സ് ആവും. ഇത് മൂത്രം ഒഴിക്കുന്നതിനും അപ്പി ഇടുന്നതിനും വരെ ടാക്സ് ആവും. നെറ്റിയൊന്നും ചുളിക്കണ്ട. കാരണം അങ്ങനത്തെ ഒരു സാഹചര്യത്തിലോട്ടാണ് ഈ ഹരിതകർമ്മ സേന നീങ്ങുന്നത്. ഒരു വീട്ടിൽ എത്ര പേരുണ്ട്? വീട്ടിൽ കക്കൂസുണ്ടോ? അപ്പോൾ അത് ഉപയോഗിക്കുന്നുണ്ടല്ലോ, അതിനൊരു ചാർജ് വരുന്നു എന്ന് പറഞ്ഞാൽ കൊടുക്കേണ്ടി വരും. കാരണം ഇതുപോലെ ആ വീട്ടിലത്തെ പ്ലാസ്റ്റിക് എടുക്കാമെന്നും പറഞ്ഞ് വന്ന് കൂടിയത്. ഇപ്പോൾ കിണർ വെള്ളത്തിന് വരുന്നുണ്ട്. ഈയിടെ ഒരു സിനിമാ നടി പറഞ്ഞു, മുഖത്തോട്ട് നോക്കിയല്ല ആണുങ്ങൾ സംസാരിക്കുന്നത്, നെഞ്ചലോട്ട് നോക്കിയെന്ന്. ഗവൺമെൻറ് ഇനി നെഞ്ചലോട്ട് നോക്കുന്ന ഒരു കാലഘട്ടം വരും സ്ത്രീകളുടെ. എന്തിനാണെന്ന് ചോദിച്ചാൽ ആ നെഞ്ച് നോക്കി ടാക്സ് ഇടാൻ വേണ്ടിയിട്ടാണ്. ഈ രീതിയിലുള്ള വയ്യാവേലികൾ വരുന്നത് കൊണ്ട് ഉദ്യോഗസ്ഥന്മാരും കണക്ക് കൂട്ടി നിന്നോ, നിങ്ങൾക്കും പാര വളരെ പെട്ടെന്ന് വരും. ശമ്പളം നിരന്തരം മുടങ്ങും. പിരിയുമ്പോൾ കിട്ടുന്ന PF മറ്റ് ആനുകൂല്യങ്ങളോ ഇനി പ്രതീക്ഷിക്കേണ്ട. കാരണം തകർച്ചയുടെ അങ്ങേയറ്റത്തിലെത്തി എന്നത് മനസ്സിലാക്കിക്കൊള്ളുക എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.